ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഞാനിതാ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല, എൻ്റെ പുറകിൽ ഈ ഒരു പൂത്തിളഞ്ഞ് നിൽക്കുന്ന ഒരു ആശാനെ കണ്ടു. അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോളൂ. കാരണം നമ്മളിത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് നട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിപ്പമൊന്നും ഉണ്ട്, അതിന് ചെറിയൊരു ഒരുപാട് വലിപ്പമുള്ളൊരു പ്ലാന്റ് ഒന്നും അല്ല നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ പൂക്കളും കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. പൂക്കൾ മാത്രമല്ല കേട്ടോ, എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് മുട്ടുകളുണ്ടാവുകയും ഒത്തിരി മുട്ട ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു പൂവിൻ്റെ ഇരട്ടി കേട്ടോ മുട്ട് നാളത്തേന് വിരിയാനൊക്കെ ആയാലും. അപ്പോൾ ഈ ഒരു പൂക്കളായാലും ഒരു ദിവസം വിരിഞ്ഞപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ നമ്മുടെ ഗാർഡനൊക്കെ. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു നല്ലൊരു എടുപ്പ് തന്നെയാട്ടോ വരുമ്പോൾ തന്നെ. നമ്മൾ റോഡ് സൈഡും കൂടി ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു ചെടി എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ നമ്മളിത് നമ്മുടെ നഴ്സറിയിൽ നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാനെന്ന് വിചാരിച്ചു ഇതിൽ നമുക്ക് എന്തുകൊണ്ട് നിന്ന് ഒരു പുതിയൊരു പ്ലാന്റ് ഉൽപ്പാദിപ്പിച്ചെടുത്തുവിടാന്ന്. അത് നമ്മളിത് വാങ്ങിയൊരു ടൈമിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഉണ്ടാവില്ലാതായിരിക്കുന്നു കേട്ടോ. കാരണം വേറെ ഒരു വിദേശീയ ഇനം പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മെലസ്റ്റോമയുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു എടുപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി പിടിക്കുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കൊടുക്കുന്ന ഒരു പൈസയ്ക്ക് അടിപൊളിയായിട്ട് വർത്താവുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് നഴ്സറിയിൽ നിന്നൊക്കെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു തൈ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം കേട്ടോ. എന്തായാലും ഇത് കാണുമ്പോൾ നമുക്ക് മുറിക്കാനൊന്നും തോന്നില്ല കേട്ടോ. ഈ അടുത്ത് ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടു. അപ്പോൾ പ്രൂൺ ചെയ്യാനാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ പൂത്തുളിഞ്ഞ് ഒരുപാട് മൊട്ടും പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കും. നമുക്കിത് പ്രൂൺ ചെയ്ത് വിടാൻ പോലും തോന്നില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ഒരുപാട് മുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൂൺ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഫ്ലവറിങ് കാര്യങ്ങളൊക്കെ കിട്ടില്ല. അപ്പോൾ നമ്മൾ പൂവുള്ളതൊന്നും നോക്കരുത്. ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് വിടുന്നൊക്കെ നമ്മുടെ ഈ ഒരു ചെടി ഹെൽത്തി ആവാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നോക്കി എന്ത് മനോഹരമായിട്ടല്ല ഒരു പൂ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് പുതിയൊരു പ്ലാന്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് അതായത് പോട്ടി മിക്സർ ഒന്ന് ഉണ്ടാക്കി സെറ്റാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോട്ട് വേണം. അപ്പോൾ ഞാൻ പോട്ടിലാണ് ഇതിപ്പോൾ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി വേറൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ കല്ല് ചെയ്ത് മാറ്റി. കാരണം വേറെ ഒന്നല്ല, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ ഒരു പോട്ട് ഇപ്പോൾ വേക്കൻ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു പോട്ടിൽ നമുക്ക് ഈ ഒരു മെലസ്റ്റോമയുടെ പ്ലാന്റ് നടാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനതിൽ കുറച്ച് മണ്ണും അതേപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, ഒരുപാട് ചാണകപ്പൊടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുള്ളൂ. പേരിന് കുറച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് എടുത്തോളൂ കേട്ടോ. അത് നമ്മുടെ പ്ലാന്റിൻ്റെ വേരോട്ടം കൂടാനൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ഞാൻ ചാണകപ്പൊടി കുറവായതുകൊണ്ട് തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് വേപ്പിൻ പിണ്ണാക്കം കേട്ടോ. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗാർഡനിലായാലും അതേപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ചകിരിച്ചോറാണ് കേട്ടോ. നല്ല വെറ്റുണ്ട് കേട്ടോ. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നനവ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ മെലസ്റ്റോമ പോലെ തന്നെ നമ്മൾ വേറെ ഏതൊരു പ്ലാന്റ് നടുവാണെങ്കിൽ അത് വെള്ളം കുറച്ച് വേണ്ട ഒരു പ്ലാന്റ് നടുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആന്തൂരിയൊക്കെ നമ്മൾ പോട്ടുകൾ നടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ചകിരിച്ചോറ് കുറച്ച് അടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ലെയറായിട്ട് ഇടയിൽ കൂടെയൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പോട്ടി മിക്സെല്ലാം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടിയിലേക്ക് വേരോട്ടൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് നമ്മുടെ ആ ഒരു ആന്തൂരി നല്ല ഫ്ലവറിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചകിരിച്ചോറ് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ തന്നെ കുറേ പേർക്ക് അറിയണ്ട. ജസ്റ്റ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ചകിരിച്ചോറിൻ്റെ ഗുണങ്ങൾ നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി വരും. അപ്പം നല്ല കുറച്ചധികം ചകിരിച്ചോറിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പോട്ട് അത്യാവശ്യം വലിയ പോട്ടാട്ടോ. അപ്പോൾ അതിലേക്ക് ഫില്ലാവുന്ന രീതിയിലാട്ടോ ഞാൻ മണ്ണും ചകിരിച്ചോറൊക്കെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം പാടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ്, അതേപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചകിരിച്ചോറ്, ഇതെല്ലാം പാടെ ഇട്ടിട്ട് നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കട്ട കെട്ടിയിട്ട് മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പൊടിയായിട്ട് കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് നീക്കിയിട്ട് ഫുള്ള് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചകിരിച്ചോറ് ഇട്ടപ്പോൾ തന്നെ മണ്ണിനും കൂടി നല്ലൊരു തണുപ്പായിട്ടുണ്ട്. അത്രയും നല്ലൊരു വാട്ടർ കണ്ടൻ്റ് ആണല്ലോ നമ്മുടെ ഈ ഒരു ചകിരിച്ചോറ്. എന്തുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ പുതുതായിട്ടൊക്കെ നടുവാണെങ്കിൽ നിങ്ങൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു അടിപൊളി റിസൾട്ട് നമുക്കൊരു എന്താ പറയുക മിറാക്കിളായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മുടെ ചെടികളിലൊക്കെ. അങ്ങനെയുള്ള തരികളൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചത്. ഇത് ഒരുപാട് തരിയുള്ള മണ്ണൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ പൊടിക്കാനില്ല. എന്തായാലും നമ്മൾ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ പോട്ടി മിക്സർ ഇവിടെ അടിപൊളിയായിട്ടും റെഡി ആയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പോട്ടും ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ ഈ ഒരു ലെവലിൽ, അതായത് 1/4 ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പോട്ടി മിക്സർ. കാരണം ഫുള്ളായിട്ട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളം ചെയ്യാനാണെങ്കിലും പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കാനോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഒക്കെ അത് ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോട്ടുകളിലൊക്കെ നടുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാത്രം നമ്മൾ പോട്ടി മിക്സർ ഇട്ടിട്ട് വേണം പ്ലാന്റുകൾ നടാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ദിവസമായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് പോട്ടി മിക്സറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഒരു അര ഭാഗത്തോളം ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പോട്ടി മിക്സർ ഏകദേശം കറക്റ്റാണ് കേട്ടോ ഈ ഒരു പോട്ടിന്. ഇത് നമുക്ക് ഇതേപോലെ പോട്ടുകളിലും നമ്മുടെ മെലസ്റ്റോമ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി ആവശ്യത്തിനുള്ള ഷേപ്പിലും രൂപത്തിലൊക്കെ ആക്കി നിർത്തുകയും കൂടി ചെയ്യട്ടെ. നമ്മളത് ഏതൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് വെച്ച് നല്ല വലിയ മരമൊക്കെ ആയി പോകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഒരു മെലസ്റ്റോമ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ നമ്മളതിനെ എത്രത്തോളം നല്ല രീതിയിൽ, അതായത് ഷേപ്പൊക്കെ ആക്കി നല്ല രീതിയിൽ വെട്ടി നിർത്തുകയാണെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ ഒതുങ്ങി നല്ല വട്ടം വീശി അടിപൊളിയായിട്ട് ഒരുപാട് ഹൈറ്റിൽ പോവാതെയൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലാട്ടോ നമ്മുടെ പോട്ടി മിക്സർ നിറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലും പോട്ടി മിക്സർ സെറ്റായ അവസ്ഥയ്ക്ക് നമുക്കിനി നമ്മുടെ മെലസ്റ്റോമയുടെ പ്ലാന്റ്, അതായത് ഏത് രീതിയിലുള്ള കമ്പാണ് നമ്മൾ മുറിച്ച് നടുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പം ഒരുപാട് മൂത്ത കമ്പോ കാര്യങ്ങളൊന്നും വേണ്ട. അവിടെ എപ്പോഴും നമ്മൾ ഒരു പുതിയ പ്ലാന്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, അതായത് ഒരു കമ്പ് നട്ടിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ മെലസ്റ്റോമയുടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് തളിരായിട്ടുള്ളൊരു കമ്പ് ഉണ്ടാവില്ല. ഇപ്പോൾ മുട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അറ്റത്ത് വന്ന കമ്പുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കമ്പ് നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഫ്യൂച്ചറിലുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ നല്ലൊരു കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്പ് നോക്കിയിട്ട് ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റിൽ നിന്നൊക്കെ ഇങ്ങനെ കമ്പുകളൊക്കെ മുറിക്കുമ്പോൾ എപ്പോഴും നല്ല മൂശയുള്ള ആയുധങ്ങൾ വേണം യൂസ് ചെയ്യാം. അപ്പോൾ കത്രിക ആയാലും അതുപോലെ തന്നെ കത്തിയൊക്കെ ആയാലും നല്ല മൂശയുള്ളത് വേണം. അപ്പോൾ അതായത് ഒരുപാട് നേരിട്ട് ഇങ്ങനെ മുറിച്ച് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ചസൊക്കെ ചിലപ്പോൾ ചതയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അത് ചിലപ്പോൾ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് വേര് കാര്യങ്ങളൊന്നും വരാതെ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ നാശമായി പോകാനൊക്കെ ചാതെ. അപ്പോൾ നല്ല മൂശയുള്ളൊരു കമ്പാണ് നമുക്ക് ഒറ്റയടിക്ക് മുറിയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നല്ല സേഫായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ എല്ലാം ഹെൽത്തിയാണ്. അപ്പോൾ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പൂവുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ പൂവുള്ളതിന് എനിക്ക് മുറിക്കാൻ ഒരു എന്താ പറയുക, നമ്മൾ ഇത്രയും നട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു പൂവുള്ളത് ആക്കുമ്പോൾ ഒരു സങ്കടം. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ പോട്ടായതുകൊണ്ട് തന്നെ ഇതേപോലത്തെ 2 എണ്ണം നമുക്ക് നട്ടു കൊടുക്കാം. നമ്മുടെ പോട്ട് മിക്സറൊക്കെ ആക്കിയിട്ടുള്ള പോട്ട് ഇവിടെ സെറ്റാണ്. കൈ വെച്ചിട്ട് തന്നെ ചെറിയൊരു നമുക്കിത് ഒന്ന് ഇറങ്ങി പോകാൻ പറ്റുന്നത്. ഇങ്ങനെ തന്നെ കുത്തി ഇറക്കരുത് എപ്പോഴും നമ്മളിതുപോലത്തെ കമ്പുകളൊക്കെ നടക്കും. കാരണം ഇങ്ങനെ കുത്തി ഇറക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ തോലുണ്ടാകുമല്ലോ, ഈ ഒരു മേലുണ്ടായ ഒരു കോട്ടിങ്, അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് തോലൊക്കെ ഒന്ന് ഇളകാനൊക്കെ ചാൻസ്. അപ്പോഴും ആ ഒരു ചെടി ചിലപ്പോൾ വളർച്ചേനൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു കുഴി നമ്മുടെ കൈ വെച്ചിട്ട് ഇതാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ നട്ടു കൊടുക്കും. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി സ്പേസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിയ പോട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ നട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടിയിലേക്ക് ഒരുപാട് ഇലകളൊന്നും ഇല്ലാത്ത സൈസിലുള്ളതാണ് നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനാണെങ്കിൽ കുറച്ച് ഇലകളുണ്ട്. ഇല ആ ഒരു ഇലയും ഈ ഒരു ഭാഗവും മാത്രം ഞാനൊന്ന് മുറിച്ച് കളയാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒരു തോല ഇളകും. ഈ ഒരു മുട്ട് മണ്ണിലേക്ക് വരുന്ന രീതിയിൽ, ഈ ഒരു മുട്ട് കണ്ടോ, ആ രീതിയിലാണ് ഞാനിപ്പോൾ നടാൻ വേണ്ടി പോണത്. ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ നല്ല ഈവനിങ് ടൈമൊക്കെ ആയാൽ വലിയ കുഴപ്പമില്ല. പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമല്ലോ, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ മോർണിംഗിലാട്ടി ഒരു ചെടി നടന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം ഡയറക്റ്റ് മണ്ണിലല്ലല്ലോ. അപ്പോൾ നമുക്ക് പോട്ടിലായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എന്തായാലും വഴിയെ കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടാണല്ലോ ഇപ്പോൾ നട്ടിട്ടുള്ളത്. അതായത് ഫുള്ളായിട്ട് ഒരു പോട്ട് ഫുള്ളായിട്ടല്ലാതെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കിനി ആവശ്യത്തിന് വളം ചെയ്യാനാണെങ്കിലൊക്കെ ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും വളം ചെയ്യണം. കാരണം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേന് ഏകദേശം അറിയാം. ചിലപ്പോൾ ഈ ഒരു ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടായിരിക്കും പുതിയ തളിരും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും അതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിക്കാം. അപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
മെലസ്റ്റോമയുടെ ഒക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കമൻറ്റ് കൂടി ആട്ടോ നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ ഇതേപോലെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്ലവറിങ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തൊക്കെയാണ് ടിപ്സ്, അതേപോലെ തന്നെ എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും അധികം വൈകാതെ തന്നെ ചെയ്യാം. അങ്ങനെ എന്തായാലും ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല ഉഷാറായിട്ട് തന്നെ വളർന്ന് അടിപൊളിയായിട്ട് വരട്ടില്ല നമ്മുടെ ഈ ഒരു മെലസ്റ്റോമ. ചുവട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മേളിൽ കൂടെ കുറച്ചൊന്ന് തളിച്ചുകൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് പുതുതായിട്ട് മെലസ്റ്റോമയുടെ പ്ലാന്റ്സ് ഒക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വീട്ടിൽ തന്നെ പറ്റുന്നതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ പുതുതായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വലിയ മെലസ്റ്റോമ ഉള്ളത്, അതായത് ഇതിന് നമുക്കിനിപ്പോൾ വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ടൈം ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ വേണ്ട പരിചരണത്തിൽ കൃത്യമായ ഇടവേളകളിൽ അവർക്ക് കൊടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ നട്ട് കൊടുത്തിട്ടല്ലോ, അപ്പോൾ ഇത് വേരൊക്കെ ഒന്ന് പിടിച്ച് ഇലകളൊക്കെ ഒന്ന് പുതിയൊരു തളിർപ്പൊക്കെ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതെന്തായാലും ഒരു 1 വീക്കൊക്കെ പിടിക്കും അപ്പോൾ മിനിമം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ തന്നെ കൊണ്ടുവയ്ക്കരുത്. കാരണം ഒന്ന് വേരൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വരാൻ ഒരു ടൈം എടുക്കുമല്ലോ. ഇപ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നവിടെ കൊണ്ടുവച്ച് നമ്മൾ ഇനി എത്ര വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും ആ ഒരു മണ്ണിലൊന്ന് നല്ല രീതിയിൽ നിന്ന് വേരോട്ടൊക്കെ വരുന്നത് വരെ ചിലപ്പോൾ വാടിപ്പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെലസ്റ്റോമയുടെ പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ തന്നെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുമ്പോൾ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിരണിയിക്കുന്ന കാഴ്ചകളഞ്ഞ് നമ്മുടെ ഗാർഡനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവരുടെ കൂടെ കുറച്ച് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മൈൻഡൊക്കെ ഒരുപാടൊന്ന് ഹാപ്പി ആവാനൊക്കെ നമ്മളെ ഈ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ പൂക്കളും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പൂത്തുലയാനൊക്കെ നമുക്ക് തന്നെ കുറച്ച് പൊടിക്കൈകളിന് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് 1 സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതല്ലേ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഇപ്പോൾ ബൈ.